ഗായ്സ്, വെൽക്കം ബാക്ക്. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ അന്ന് ഞാൻ തന്നെയാണ് ഇൻട്രോ എടുക്കുന്നത്. ഇപ്പോൾ ഷെഫി നല്ലോണം എന്നെ കൈ ഒയ്യുന്നുണ്ട്. ഇൻട്രോക്ക് ഒന്നും കൂടുന്നില്ല, വലിയ ആളായിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് ഞാൻ മഞ്ഞൊക്കെ ഇട്ടുങ്ങായിട്ട് ഇങ്ങനെ മോഡലാക്കിയൊക്കെ, മോഡലല്ല, ഞാൻ ചുരിദാറൊക്കെ ഇട്ട് ഇൻട്രോ എടുക്കണതിൻ്റെ കാരണം എന്താ അറിയോ, ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. ഷർട്ടാണ് വാങ്ങിയത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. ഇന്നൊരു കല്യാണമുണ്ട്. അപ്പം ആ കല്യാണത്തിന് പോണതും റെഡി ആണതും അതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ അത് ഓൾറെഡി റെഡി ആയിക്കിനെ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മേക്ക് ഓവർ വീഡിയോയിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ക്ഷമിക്ക് ആദ്യത്തെ തന്നെയാണ് രസം, അങ്ങനെ അതൊക്കെ ശരിയാണ്. എനിക്കും തോന്നുന്നു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്തുകൂടെയാണ്. അത് പകുതിയാണ് എന്തിനും. അപ്പൊ ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഇതാക്കുന്നതൊക്കെയാണ് ഇപ്പോഴും എൻ്റെ ലുക്ക്. പുരുകൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ട്. ഹാങ് ചെയ്യാന്ന് പറഞ്ഞാ വേറെടാ. ഇതെന്താ ഇതാണോ തെരീനെ? ഉണ്ടല്ലോ, എന്തിനും ഞാൻ തന്നെ വേണം. പക്ഷെ ഷർട്ടൊന്നും ഇട്ടില്ല. അതുകൊണ്ടാണ് ആശുവിനും ഇന്നലെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയില്ലല്ലോ കഴിഞ്ഞ ദിവസം. അന്ന് കല്യാണത്തിന് പോകാൻ. പക്ഷെ ആ 3 ഓൾ ഇടുന്നില്ല. ഡി ചോക്ക് ഞാൻ എന്നിട്ട് ഓളെ സാധാ ഓള് തന്നെ ഇടുന്നത്. അവിടെ എന്തോ പരിപാടി ഇത് ഞാൻ പറയട്ടെ, ഞാൻ ഇവള് പറയുന്ന വലിയ ആളായിട്ട് നോക്കല്ലേ, അതൊന്നും അല്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇൻട്രോ എടുക്കുന്ന കുറച്ച് ഒരു എനർജിയിൽ സംസാരിക്കാനല്ലോ. അപ്പം എനിക്ക് പെട്ടെന്ന് തൊണ്ടന്റെ ഇൻഫെക്ഷൻ നല്ലോണം മാറിയില്ല. എന്നിട്ടാണ് വല്ല ഷെഫി കൂടുതൽ വീഡിയോയില് തരാത്തത്. പിന്നെ ഇൻട്രോ എടുക്കുമ്പോൾ ഇടുന്ന എന്തോ ഒരു സാധനം വരും. ഹലോ ഗൈസ്, വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് എനർജിയാ. അപ്പൊ പിന്നെ നമ്മൾ നല്ല സംസാരിക്കൊക്കെ വേണമല്ലോ. ആവശ്യത്തിനാ കാര്യം. എണീക്ക് പുതിയ ഡ്രസ് ഇട് വാ. എണീക്ക്. ചെരുപ്പ് കാണിച്ചു കൊടുക്ക്. ഏടെ ചെരുപ്പ് എടാ കാണിച്ചു കൊടുക്ക്. ഇനി ഇങ്ങോട്ട് എണീക്ക്. അങ്ങോട്ട് എണീക്ക്. ഇതാ ഗൈസ്, ആശുവിന്റെ പുതിയ ചെരുപ്പാണ് കേട്ടത്. എങ്ങനെ ഇതുപോലെ ഇട്ടാ നല്ല രസമായിട്ടോ കാണാന്. അങ്ങോട്ട് വാ, എന്നിട്ട് ചെരുപ്പിട്. ഇങ്ങോട്ട് വാ, എണീക്ക്. കമോൺ വാ. ഓളെന്തൊക്കെ എടുക്കേക്ക. പിയ്യണ്ണിനെ മാറ്റിക്കുമ്പോ ആശുവിനെ മാറ്റിക്കാണ്. ഇനി വാ, ഇതൊന്നിട്ട് ഏത് ഇത് നല്ല കൊണ്ടുപോരൊക്കെ നല്ല ഇഷ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിട്ട് വാങ്ങിയിരുന്നു. ഇതൊക്കെ നല്ല ഇഷ്ടം. കഴിച്ച് ഇതൊക്കെ ഞാൻ ഇത് വേണോ? ഇതിട്ടൂടെ ഞാൻ പിന്നെ ഇന്ന് ഏതായാലും വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്താണ്. അന്ന് കാണിക്കുന്നു ക്ഷമിയെ, ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ പറയുകയും ചെയ്തതാണ്. ഇനി ഇതാണ് ഇട്ടോളൂ. പിന്നെ ഒരു സെറ്റ് ഇതാട്ടോ വാങ്ങിയത്. പിന്നെ ഒരു പാൻറ്റീസ് വേറെ. ഇതെന്താ ഇത് അങ്ങനെ തന്നല്ലേ? ഇതിന്റെ ഒരു പാൻറ്റീസാ. എനിക്ക് വേറെ ഒന്നും അറിയൂല കേട്ടോ. അതാണ് ഞാൻ പാൻറ്റീസ് വരെ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നാ ഉണ്ടല്ലേ ഈ പറഞ്ഞോ? വേറൊരു ഇത് രണ്ടും സെയിം സാധനം. അതൊക്കെ കണ്ടപ്പോ നല്ല വൃത്തിയായിട്ട് തോന്നി, അങ്ങനെ എടുത്തതാണ്. ഇത് അശ്വിനല്ല, 2 രസം ഉണ്ടാവും. 2 അല്ല 3 രസം ഉണ്ടാവും. 3 രസം ഉണ്ടാവും. ഇട്ടോട്ടെ. ഇപ്പൊ ഏതായിട്ടുണ്ട്? അനക്കേതാ വേണ്ടിയേ? എന്നാ ഇട്ടോ. അതിട്ട് കൊണ്ടുപോയിക്കൂടെ. അത് വീട്ടിൽ നിടുന്ന ഡ്രസ്സാണ്. നന്നെ കടിക്കാൻ ഉണങ്ങിയിട്ടില്ല. എന്താക്കൂ നമ്മളോട് അതന്നെ മതി. ഓക്കെ. ഭയങ്കര ഹാപ്പിയിലാട്ടല്ലേ ആവശ്യം. നല്ല ഹാപ്പിയിലാണ്. പിന്നെ അത് ഇന്നലെ രാത്രി വരുമ്പോ തന്നെ അതെടുത്തിട്ട് പിന്നെ ചെരുപ്പ് എടുത്തിട്ട് ഇന്നൊരു കഴിക്കില്ല, അങ്ങനെ തന്നെ കിടന്നതാ. ചെരുപ്പൊക്കെ ഇട്ട് ഞാൻ എന്തായാലും ഉറങ്ങി. എന്നാ വാ, ചെരുപ്പിട്ട് വാ, നമ്മള് പോവാ. പിന്നെ നമ്മള് പോണ സമയത്ത് പ്രശ്നം വന്നു സദാ സംഭവം. അപ്പൊ ഈ സംസാരിക്കുമ്പോഴത്തേനുള്ള പ്രശ്നം അതാണ്. ഇങ്ങനെ കുറച്ചൊന്ന് സംസാരിച്ച് സെറ്റ് ആകുമ്പോഴേക്ക് പിന്നെ ചുമ വരും. അതിനെക്കൊണ്ട് നമ്മൾ കുറച്ച് ദിവസം ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് കുറച്ച് കുറയും. അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരാളില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും പഴയ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം. ആ ആളും ഓരോ ഫാമിലി ഉണ്ട് നമ്മളെ കൂടെ. അപ്പം ഓരോ ഫസ്റ്റ് നമ്മൾ കൂട്ടാൻ വേണ്ടി പോകണം. ആവശ്യം ചെരുപ്പിട്ട് നടുന്ന കണ്ടില്ലല്ലോ. ഈ ചെരുപ്പ് ഒന്നും പുതിയ ഇടില്ല. നടുക്ക് എന്താ നടുത്തിട്ട് കാര്യമില്ല, അത് പഴയതാ. അപ്പൊ നമ്മൾ പോവാല്. ഓക്കെ, എന്നാ വരുന്ന പോവാ. മതി, പോവാ. അപ്പൊ രാത്രി ആയതുകൊണ്ട് ക്ലിയറൊക്കെ നല്ല കുറവായിരിക്കും വണ്ടിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങക്ക് വേറൊരാളെയും കൂടി കൂട്ടാണ്ട് ഓൽക്കുണ്ട് കല്യാണം.
കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുവിധം വീഡിയോയിലൊക്കെ വീഡിയോയിലൊക്കെ ഉണ്ടാവുന്നുണ്ട് തറവാട്ടിൽ നിന്നുള്ള ആ പോലെയും കൂടി കയറ്റിയിട്ട് നമുക്ക് അങ്ങനെ പോവാം. അവിടെ അടുത്ത് തന്നെ ഡോല കയറ്റിയാൽ ഇവിടെ അടുത്ത് ഇപ്പൊ തട്ടുകാരും ഞാൻ തന്നപ്പോ ക്യാമറ നെയ്യുന്ന വീണ് പോയിന്റെ എല്ലാത്തും സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഇവിടുന്ന് ഇട്ടാലോ ഓല എടുത്തൊക്കെ കേറിച്ചോളല്ലോ. എവിടെ പോയി ഇപ്പൊ എവിടെ പോയി ഇപ്പല്ലേ അതാ വരുന്ന ഇതാണ് നമ്മള് പറഞ്ഞ ആള്. ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ പിന്നെ എല്ലാവരും അറിയുന്നതും കൊണ്ട് പ്രശ്നമില്ല. അപ്പൊ നമ്മളിതാക്കണ പോയിക്കൊണ്ട് നിക്കുകയാണ്. അപ്പൊ നമ്മളിതാക്കണ ഞാൻ പറഞ്ഞില്ലേ എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്ന ഒരാൾ തന്നെയാണെന്ന് അല്ലേ? എവിടെ ബേക്കിൽ കാണുന്നുണ്ടോ? എവിടാ? ഇല്ല എന്നെ തന്നെയാണല്ലോ കാണുന്നത്. നിങ്ങൾ കാണില്ല? ഇരുട്ടായിട്ടായിരിക്കും അല്ലേ? ഓ അത് ശരിക്കും പറയാനോ ഓരോ കുടുംബാണ്, ഞങ്ങൾ അറിയുന്ന ആൾക്കാരാണ് അല്ലേ? അല്ലേ ഓരോ കുടുംബത്തിലല്ലേ നമ്മള് പോണേ? നിങ്ങളെ കുടുംബല്ലേ വരിക? കുടുംബം യാ. ഓക്കെ. അപ്പൊ നമ്മളിതാക്കണ അവിടെ പോയിട്ട് നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ അങ്ങോട്ട് കേറുക ജസ്റ്റ് അല്ലേ? അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുഡ് കഴിക്കാ പോരാ ലൈഷു. അല്ലേ നിങ്ങൾ രണ്ടടി എന്ന് പറഞ്ഞിട്ട് ഏതാ വളവെന്ന് പറഞ്ഞേരി. രണ്ടടി എന്ന് പറഞ്ഞ നടിക്കുക. ഇവിടുന്നൊക്കെ അടിച്ചിട്ട് വിടൂലായിരിക്കും. കോമഡി നല്ല പഠിച്ചാനെ തുപ്പി സ്റ്റോപ്പറല്ലോ. കുറേ നേരം നടക്കുന്ന എത്തിയില്ല ഇതുവരെ. ഫുള്ള് വെള്ളവും ചളിയൊക്കെ ആണ്. മലകളും വെള്ളങ്ങളൊക്കെ താണ്ടി കല്യാണപുരയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കോമഡി ആയിരിക്കും ഈ കല്യാണം അല്ലേ? ഇപ്പോഴാണ് കോമഡി ആയി. ഓ കോപ്പിറൈറ്റ് കേസ്. പാട്ടാ ഉള്ളിൽ ഫുൾ സോങ്ങാ. അതാ പറഞ്ഞേ. യാ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടോ, സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് കണ്ട്. അതെങ്ങനെ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞോണ്ടാ കുറെ ആൾക്കാർ വന്നേനും. അപ്പോൾ എന്താ പറയാ ഭയങ്കര സന്തോഷം കേസ്. ഹാപ്പി. ഓക്കെ. ചളിയുണ്ട് കുറച്ചും കൂടെ നാട്. അങ്ങോട്ട് പോയത് വേറെ വൈക്കും, ഇങ്ങോട്ട് വരുന്നത് വേറെ വൈക്കും. ഒക്കെ രാത്രി ചൂട്ട് കത്തിച്ച് ഞാൻ മുങ്ങി. ഇങ്ങോട്ട് വരുന്നവരെ വേറെ വൈക്കും, അങ്ങോട്ട് പോണവരെ വേറെ വൈക്കും. നിങ്ങൾ പണ്ട് മദ്രസ കഴിഞ്ഞിട്ടാ വൈക്ക് പോയാല് അപ്പൊ അങ്ങനെ റോഡിലെത്തിക്കണേ മീൻ പിടിക്കേക്കാൻ. സാർക്ക് എങ്ങനെയുണ്ടായി പരിപാടി? അടിപൊളിയല്ലേ ഇതിനോ? ഫുഡ് അധികം കഴിക്കാനായില്ല. അതെ അധികം കഴിക്കാൻ എല്ലാവരും നോക്കിയിട്ട് ക്ഷമിക്ക് ഭയങ്കര മടി ഫുഡ് കഴിക്കാൻ. എന്താ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല.